ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷനിലെ ഒരു മെത്തേഡിനെ കുറിച്ചാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം, ഏതൊക്കെ രൂപത്തിലാണ് നമ്മളൊരു ഫംഗ്ഷൻ ജാവാസ്ക്രിപ്റ്റിൽ ചേർത്ത് കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിനുള്ളിൽ വരുന്ന ഒരു ഫംഗ്ഷനെ കുറിച്ചിട്ടാണ്. ഒട്ടനവധി ഫംഗ്ഷൻസ് വരുന്നുണ്ട്. അത് തുടർന്ന് വരുന്ന ഓരോ ക്ലാസ്സിൽ നമുക്ക് ഓരോ മെത്തേഡുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെത്തേഡാണ് അപ്ലൈ എന്നുള്ള മെത്തേഡിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഞാൻ മുമ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ച പ്രോഗ്രാം ഞാൻ ഇവിടുന്ന് ഒഴിവാക്കുന്നു. അതിനുശേഷം സ്ക്രിപ്റ്റ് എന്ന് എഴുതിയതിനു ശേഷം നമ്മളിവിടെ ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാൻ ഞാൻ ARR എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇന്ന നമ്പർ തന്നെ ആവണമെന്നില്ല. നമ്മളിവിടെ ചെയ്യുന്ന പ്രോഗ്രാം എന്തെന്ന് വെച്ചാൽ ഈ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ നമ്പർ ഏതാണോ അത് പ്രിന്റ് ചെയ്യിപ്പിക്കുന്ന പ്രോഗ്രാമാണ് ചെയ്യുന്നത്. ഓക്കെ, വേറൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. മാക്സ് എന്നാണ് ആ വേരിയബിളിന്റെ പേര്. അതിനുശേഷം നമ്മൾ മാത്ത് എന്ന ഫംഗ്ഷന് നമ്മൾ ഇങ്ങോട്ട് കോൾ ചെയ്തെടുത്തു. അതായത് നമുക്ക് ഈ ഇവിടുന്ന് മാക്സിമം എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്ലാസിന്റെ പേരാണ് മാത്ത്. അതിൽ നിന്ന് നമ്മൾ മാക്സ് എന്ന മെത്തേഡിനെ കോൾ ചെയ്തെടുത്തു. അതിനുശേഷം ഡോട്ട് നമ്മൾ അപ്ലൈ എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ നൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ നമുക്ക് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഒരു വാല്യൂ നമുക്ക് തിരയാനില്ലാത്തത് കൊണ്ട് നമ്മളിവിടെ നൾ എന്ന് ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അറേന്റെ പേര് ഏതാണോ അത് ചേർത്ത് കൊടുക്കുക. ഇനി അതിനുശേഷം നമുക്കിതിലെ ഏറ്റവും വലിയ വാല്യൂ ഏതാണോ അത് നമുക്ക് പ്രിന്റ് ചെയ്യണം. അതിന് നമ്മൾ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്നതിന് ശേഷം നമുക്ക് ആ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ മാക്സ് എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിനു ശേഷം ഞാനിത് സേവ് ചെയ്തൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്കിതിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണോ അതായിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് വരിക. അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് 7 ആ 7 എന്നുള്ള നമ്പർ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ ചെയ്തത് ഏറ്റവും വലിയ നമ്പർ ഏതാണോ അത് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ട പ്രോഗ്രാമാണ് ചെയ്തത്. ഇനി നമുക്കിതിലെ ഏറ്റവും ചെറിയ നമ്പർ പ്രിന്റ് ചെയ്യിപ്പിക്കാനുള്ള പ്രോഗ്രാം നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ മാക്സിമം എന്ന ഭാഗത്ത് ഞാൻ മിനിമം എന്ന് ആക്കി കൊടുക്കുന്നു, MIN. എന്നിട്ട് നമ്മളിവിടെ വന്ന് മാക്സിമം എന്ന് എഴുതിയതിന്റെ സ്ഥാനത്ത് നമ്മൾ മിനിമം എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് നമ്മൾ സേവ് ചെയ്ത് റണ്ണ് ചെയ്യിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അതായിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് വരിക. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം രണ്ട് അറേകളെ നമുക്ക് എങ്ങനെ മെർജ് ചെയ്യിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് അടുത്ത പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് അറേ ക്രിയേറ്റ് ചെയ്യാം. ഒന്നാമത്തെ അറേനെ നമ്മൾ A എന്ന് ചേർത്ത് കൊടുത്തു. A = ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് വാല്യൂസ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ കുറച്ച് നമ്പേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ 1 by 1 ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സെമികോളം വെച്ച് ലാസ്റ്റ് ക്ലോസ് ചെയ്തു. ഇനി വേറൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതിനെ ഒരു അറേയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. B എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബാക്കിയുള്ള നമ്പറുകളും ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, ഈ വാല്യൂ നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇത് നമുക്ക് രണ്ടും മെർജ് ചെയ്യിപ്പിക്കണം. അതായത് Aയും Bയും നമുക്ക് മെർജ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമ്മളിവിടെ വന്ന് അറേ എന്ന് ചേർത്ത് കൊടുക്കുക. അതായത് നമുക്ക് ആദ്യത്തെ വേരിയബിളിലേക്കാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ A എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പുഷ് എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് അപ്ലൈ എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഏതിലേക്കാണോ ആഡ് ചെയ്യേണ്ടത് ആ അറേന്റെ പേര് ഏതാണോ ആഡ് ചെയ്യേണ്ടത് ആ അറേന്റെ പേര് രണ്ടാമതുമായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഇവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് A ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ രണ്ട് അറേന്റെ കൂടി മെർജ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ട് അറേയിൽ കൊടുത്ത വാല്യൂ ഒറ്റ അറേയിലായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് വരും. ഇങ്ങനെ രണ്ട് അറേയിലുള്ള വാല്യൂ ഒറ്റ അറേയിലേക്കായിട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് നമ്മളിവിടെ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത് രണ്ടിലും ഇൻറ്റ് എന്ന ടൈപ്പാണ്. നമുക്ക് ഒന്നാമത്തതിൽ ഇൻറ്റും അതേപോലെ രണ്ടാമത്തതിൽ നമുക്ക് സ്ട്രിങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്ട്രിങ്ങിൽ ഞാൻ ഇവിടെ വന്ന് A അതേപോലെ B C D
അങ്ങനെ നമുക്ക് കുറച്ച് സ്ട്രിങ് ഇവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിലും നമ്മൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തേണ്ട. ഇതേ രൂപത്തിൽ തന്നെ റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ 2 സ്ട്രിങ്ങും കൂടി കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ പ്രിന്റ് ചെയ്യിപ്പിക്കാം. അതായത് നമുക്ക് പ്രത്യേകിച്ച് നമ്മളിവിടെ വന്ന് ടൈപ്പ് ഒന്നും ഡിക്ലെയർ ചെയ്ത് കൊടുക്കേണ്ട. നമുക്കിവിടെ ടൈപ്പ് ഇന്റ് ആണെങ്കിലും അതേപോലെ തന്നെ ഫ്ലോട്ട് ആണെങ്കിലും സ്ട്രിങ് ആണെങ്കിലും നമുക്കിതുപോലെ പുഷ് രണ്ടും കൂടി മെർജ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പുഷ് എന്നുള്ള ഫംഗ്ഷൻ അപ്ലൈ എന്നുള്ള പുഷ് എന്നുള്ള മെത്തേഡ് അപ്ലൈയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമുക്ക് ഇതേപോലെ വർക്ക് ചെയ്തു വരും. അപ്പോൾ നമ്മളിവിടെ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷനിൽ വരുന്ന മെത്തേഡുകളിൽ അപ്ലൈ എന്ന മെത്തേഡിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞത്. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.